സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ കണ്ണൂരിൽ നടന്ന ആദ്യ മത്സരം തൃശൂരും കണ്ണൂരും തമ്മിൽ ഓരോ ഗോൾ വീതം നേടി സമനിലയിൽ പിരിഞ്ഞു. രണ്ട് ടീമുകളും തുടക്കത്തിൽ ആക്രമിച്ച് കളിക്കാനായിരുന്നു തീരുമാനിച്ചത്. പക്ഷേ കണ്ണൂരിന്റെ പൊടുന്നനെയുള്ള നീക്കങ്ങളാണ് ഗെയിമിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത്. പ്രത്യേകിച്ച് ആദ്യ പകുതിയുടെ ഒരു 20-25 മിനിറ്റൊക്കെ കണ്ണൂരിന്റെ നിരന്തരമായ ആക്രമണങ്ങളായിരുന്നു. അതിന് ചുക്കാൻ പിടിച്ചത് അസിയർ ഗോമസ് ആയിരുന്നു. ഒരറ്റത്ത് അസിയർ ഗോമസും എബിൻ ദാസും വലതു വിങ്ങിൽ സിനാനുമായിരുന്നു. പക്ഷേ മുഹമ്മദ് സിനാൻ ഇടയ്ക്ക് വിങ് ഒന്ന് മാറി കുറെ കൂടി സെന്ററിലേക്ക് വന്ന് കളിക്കുന്നത് നമ്മൾ കണ്ടു. ആദ്യ പകുതി ഗോൾ രഹിതമായിരുന്നു. പ്രത്യേകിച്ച് വലിയ ചാൻസുകളൊന്നും ഇരു ടീമുകൾക്കും വന്നില്ല. പക്ഷേ രണ്ടാം പകുതിയുടെ തുടക്കത്തിലേക്ക് എത്തുമ്പോൾ കളിയുടെ ഗതി ആകെ മാറി മറിയുന്നതാണ് നമ്മൾ കണ്ടത്. കണ്ണൂരിന്റെ ആക്രമണങ്ങൾ, തുടർച്ചയായ ആക്രമണങ്ങൾ നമ്മൾ കണ്ടു. 57-ാം മിനിറ്റിൽ മുഹമ്മദ് സിനാന്റെ ഗോളാണ് കണ്ണൂരിനെ മുന്നിലേക്ക് എത്തിച്ചത്. തൃശൂർ താരത്തിന്റെ ഒരു മിസ് പാസ്, തൃശൂർ താരത്തിന്റെ കാലിൽ നിന്ന് വന്ന ഒരു മിസ് പാസ്, അത് സെർദിനാരോ പിടിച്ചെടുക്കുന്നു. സെർദിനാരോ വലത് വിങ്ങിലേക്ക് ആ പന്ത് നൽകുന്നു. വലത് വിങ്ങിൽ കാത്തുനിന്ന മുഹമ്മദ് സിനാൻ ആ പന്ത് കൈക്കലാക്കി നേരെ കമാലുദ്ദീനെ കബളിപ്പിച്ചുകൊണ്ട് തന്നെ മനോഹരമായ ഒരു ഷോട്ടിലൂടെ ഗോൾ നേടുന്നു. പിന്നീട് 57-ാം മിനിറ്റിൽ ആ ഗോൾ നേടിയ ശേഷം 90 മിനിറ്റ് വരെ പൊരുതി കളിച്ചു. പ്രതിരോധത്തിലൂന്നിയും തിരിച്ചടിച്ച് ആക്രമണത്തിലുമൊക്കെ കണ്ണൂരും തൃശൂരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോയി. 7 മിനിറ്റാണ് ഇഞ്ചുറി ടൈം വന്നത്. പക്ഷേ ഇഞ്ചുറി ടൈമിന്റെ തുടക്കത്തിൽ തന്നെ മാർക്കോവിച്ച് ഒരു ഗോൾ വലയിലെത്തിച്ച്, ഒരു പന്ത് വലയിലെത്തിച്ചിരുന്നു. അത് പക്ഷേ ഓഫ് സൈഡായി റഫറി വിളിക്കുകയും ചെയ്തു. കളി അവസാനിക്കാൻ ഒരു പക്ഷേ റഫറി വിസിൽ ഊതാൻ അവസാന നിമിഷം വിസിലെടുത്ത് കയ്യിൽ വെച്ചു എന്ന് പറയാം. ആ സമയത്താണ് തൃശ്ശൂരിന്റെ മറുപടി ഗോൾ വന്നത്. ആ മറുപടി ഗോൾ എന്ന് പറയുന്നത് മനോഹരമായ ഒരു ക്രോസ് ആയിരുന്നു. അഫ്സലിന്റെ ഒരു ക്രോസ്. ആ ക്രോസ് മാർക്കോവിച്ചിന്റെ തലയിലേക്ക് വരുന്നു. മാർക്കോവിച്ച് അത് തല കൊണ്ട് നേരെ ചെത്തു മിനുക്കി ബിബിൻ അജയന് നൽകുന്നു. ബിബിൻ അജയൻ അത് കൃത്യമായി തലയിലെടുത്ത് ഉബൈദിനെ കബളിപ്പിച്ചുകൊണ്ട് തന്നെ ഗോൾ നേടുന്നു. 1-1 എന്ന രീതിയിലേക്ക് പോകുന്നു. തീർത്തും ആവേശകരമായ ഒരു മത്സരം സമനിലയിൽ പിരിഞ്ഞു. പക്ഷേ ഇന്ന് എടുത്തു പറയേണ്ടത് കണ്ണൂരിലെ കാണികളെ കുറിച്ചാണ്. കണ്ണൂരിലെ കാണികൾ ഈ സ്റ്റേഡിയത്തിൽ വർഷങ്ങൾക്ക് ശേഷമാണ് കണ്ണൂരിൽ ഒരു പ്രൊഫഷണൽ ഫുട്ബോൾ ടൂർണമെന്റ് വരുന്നത്, ഒരു മത്സരം വരുന്നത്. നിറഞ്ഞു കവിഞ്ഞു ജവഹർ സ്റ്റേഡിയത്തിലെ ഈ ഗാലറി എന്ന് പറയുന്നത്. ഇരു കൈയും നീട്ടിയാണ് സൂപ്പർ ലീഗിനെ കണ്ണൂരിലെ ഫുട്ബോൾ ആരാധകർ സ്വീകരിച്ചത്. ഷാനു ഞെട്ടിക്കുളത്തിനൊപ്പം മഹേഷ് പോലൂർ, മീഡിയ 1.